ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് 6 ചൊവ്വ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ ലേഖനം 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുമാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് വിതക്കാരൻ്റെ ഉപമയ്ക്ക് ഈശോ നൽകുന്ന വിശദീകരണമാണ്. ഈശോ തന്നെ വ്യാഖ്യാനിക്കുന്ന ഉപമകൾ വളരെ വിരളമാണ്. ഈശോ ഉപമ പറഞ്ഞങ്ങ് പോവുകയായിരുന്നു. പിന്നീട് ഈശോ ശിഷ്യന്മാർക്ക് ചിലതിൻ്റെയൊക്കെ അർത്ഥം വീണ്ടും വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ ഗണത്തിൽ ഏറ്റവും നന്നായിട്ട് ഈശോ തന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്ന ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ. ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോയി. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഓരോന്നും എങ്ങനെയാണ് വ്യത്യസ്തമായ ഫലം പുറപ്പെടുവിച്ചത് എന്നതിൻ്റെ വ്യാഖ്യാനം. ഇവിടെ ഈശോ നൽകുന്ന വ്യാഖ്യാനത്തെ നമ്മൾ അതിൻ്റെ മുകളിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മളിലേക്ക് എത്തുന്നെങ്കിലും ആ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നതിൻ്റെ കാരണങ്ങളെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പ്രതികരണം വചനത്തോട് നമുക്കുണ്ടാകുന്നത്. അത് തെറ്റ് പറ്റിപ്പോകും. നമ്മളൊക്കെ മനുഷ്യരാണ്, ബലഹീനരാണ്, തെറ്റുകളേറെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ കാര്യവും കാരണവും മനസ്സിലാക്കി അതിൽ നിന്ന് മെച്ചപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. ഒരു ജീവിതത്തിലൊരു ഘട്ടം വരും നമുക്ക്. ആ ഘട്ടത്തിൽ, ആ തിരിച്ചറിവിൽ നിന്ന് പിന്നീട് നമ്മൾ മെച്ചപ്പെടാൻ ആരംഭിക്കും. ഇപ്പം ഇവിടെ ഈ വിത്ത് വീണ ഇടം വെച്ച് ഒന്നാമത്തത് വിതക്കാരൻ വചനം വിതയ്ക്കുന്ന 14-ാം വാക്യം, മർക്കോസ് 4:14. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. അപ്പോൾ വചനത്തിൻ്റെ ഒന്നാമത്തെ ശത്രു പിശാചാണ്. അതായത് നമ്മളിൽ വചനം വീഴുന്ന ക്ഷണത്തിൽ പിശാചത് എടുത്തുകൊണ്ട് പോകും. അത് നമ്മുടെ ഹൃദയത്തിൽ ആ വചനവിത്ത് വീണ് കിടന്നാൽ അതുണ്ടാക്കുന്ന നന്മയെക്കുറിച്ച് അറിയാവുന്ന പിശാച് എങ്ങനെങ്കിലും ആ വചനത്തെ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ വചനത്തിൻ്റെ ഒന്നാമത്തെ ശത്രു പിശാചാണ്. പിശാച് നമ്മളെ ആ രീതിയിൽ വേട്ടയാടും. നമ്മളിൽ നന്മ സംഭവിക്കാതിരിക്കാൻ വചനം കേൾക്കുന്ന ഇടങ്ങളിൽ നമ്മളെ അകറ്റും. വചനം കേൾക്കാൻ നമുക്ക് അവസരങ്ങൾ അവൻ തടസ്സം തീർക്കും. കേട്ട വചനത്തെ ക്ഷണനേരം കൊണ്ട് നമ്മളിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ നമ്മളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പിശാചാണ് വചനത്തിൻ്റെ ഒന്നാമത്തെ ശത്രു എന്ന് തിരിച്ചറിയണം. രണ്ടാമത്തെ സാഹചര്യം പാറപ്പുറത്ത് വീണ വിത്താണ്. ഒരു ഇനീഷ്യൽ സന്തോഷവും ഒരു ഇനീഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. ആരംഭത്തിൽ വളരെ താല്പര്യം ഈ കേട്ട വചനത്തോട്. പിന്നെ ഒരു മന്ദത വരികയാണ് നമുക്ക്. പിന്നെ ഒരു താല്പര്യക്കുറവ്, ഒരു മടി ഒക്കെ പിടിക്കുകയാണ്. അതാണ് ഈ പാറപ്പുറത്ത് വീണ വിത്ത്. ആരംഭത്തിൽ നമുക്ക് ചിലപ്പോൾ അത്ര അനുഭവമുണ്ട്. ചില വചന ശുശ്രൂഷ അല്ലെങ്കിൽ വചനത്തോടുള്ള ആഭിമുഖ്യമൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിങ് സൂപ്പറായിട്ടാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് ആ കമ്മിറ്റ്മെൻറ്റിൽ ആയിരിക്കാൻ പറ്റുന്നില്ല. അതാണ് രണ്ടാമത്തെ ശത്രു. ഈ ആരംഭശൂരത്വം എന്നൊക്കെ പറയത്തില്ലേ. സ്റ്റാർട്ടിങ് സൂപ്പറായിരിക്കും, പക്ഷെ പിന്നീട് അതിൽ നിൽക്കാൻ നമുക്ക് പറ്റാതെ വരുന്നു. വചനത്തോട് നമ്മളെ തന്നെ ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റാതെ വരുന്നു. നമ്മുടെ വീഴ്ചയാണത്. അത് തിരിച്ചറിയണം. നമുക്ക് അവിടെ റിക്കവർ ചെയ്യണം. മൂന്നാമത്തത് ഡിസ്ട്രാക്ഷൻസ് ആണ്. വചനം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ വചനം കേൾക്കുമ്പോഴും മറ്റു പലതും നമ്മുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കും. ലോകത്തോടുള്ള താല്പര്യം, മറ്റ് താല്പര്യങ്ങൾ, പണത്തോടുള്ള ഇതൊക്കെ നമ്മളിൽ ഉള്ളതാണ്. നമ്മുടെയൊക്കെ ബലഹീനതകളാണ് ഇതൊക്കെ. അപ്പം അത്തരം ബലഹീനതകൾ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയും. പ്രിയമുള്ളവരെ, ഞാൻ ഈ 3 ഇങ്ങനെ എടുത്തു പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പിഴവ് തിരിച്ചറിഞ്ഞ് തെറ്റിപ്പോയി, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇവിടെയാണ് നമുക്ക് പാളിപ്പോയത്. ചില കേസിൽ ഇത് പിശാച് ആക്രമിച്ചതാണ്. ചില കേസിൽ അത് ഈ പറഞ്ഞതുപോലെ ഒരു ഇനീഷ്യൽ എഫേർട്ട് പിന്നെ വന്നില്ല. നമുക്ക് വചനം പഠിക്കാനും വചനം കേൾക്കാനുമുള്ള ആദ്യത്തെ ആ ഒരു ശ്രമം പിന്നീട് നമ്മളിൽ ഉണ്ടാകാതെ വന്നപ്പോൾ അത് ഫലം പുറപ്പെടുവിക്കാതെ പോയി. മൂന്നാമത്തത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ വ്യഗ്രതകൾ, നമ്മുടെ ശ്രദ്ധ മാറിപ്പോയത്, ലാക്ക് ഓഫ് ഫോക്കസ് നമ്മളെ തളർത്തിക്കളഞ്ഞു. നമുക്ക് ആഗ്രഹിക്കാം, കർത്താവെ
കുറേ കൂടെ ഈൽഡിങ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ. തെറ്റുപറ്റിപ്പോയി പൂർവ്വകാലത്ത് ഞങ്ങൾക്ക്, പക്ഷെ എന്നാലും കുറേ കൂടെ മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾ വീണ്ടും പിച്ച വയ്ക്കട്ടെ. നല്ല നിലത്ത് വീണ വിത്ത് ഫലം പുറപ്പെടുവിച്ചതുപോലെ ഞങ്ങളിലും വചനം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവത്തിനു വേണ്ടി നമുക്കൊരുമിച്ച് ശ്രമിക്കാം. ലേഖന ഭാഗം വായിക്കുന്നത് നല്ലതാണ്. ലേഖന ഭാഗം നിങ്ങൾ എടുത്തത് ഇന്നത്തെ ലേഖനം തെസ്സലോനിക്കാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 12 മുതൽ 22 വരെയാണ്. സുന്ദരമായ ഭാഗമാണ്. ഇന്നത്തെ ഹോംവർക്ക് ഈ ഭാഗം വായിക്കുക എന്നുള്ളതാണ്. ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, അത്യാവശ്യം നമ്മൾ ഈ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്ക 5:12 മുതൽ 22 വരെ. ആദ്യം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ നാമത്തെ പ്രതി അധ്വാനിക്കുന്നവരുണ്ട്, നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവർ. ഞങ്ങളൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ വേർഷൻസാണ്. അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ മാനിക്കുക. മാനിക്കുന്ന എന്തിനാണെന്ന് അത് പ്രത്യേകം ഈ തെസ്സലോനിക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നു. അത് ഞങ്ങളുടെ വിശുദ്ധി കണ്ടോ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മ കണ്ടിട്ടോ ഒന്നും ആകണ്ട, കാരണം അതൊക്കെ ഞങ്ങൾക്കൊക്കെ കുറവുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? അവരുടെ അധ്വാനത്തെ മാനിച്ച്, ഇത്ര എഫേർട്ട് എടുക്കുന്നതിനെ മാനിച്ച് അവരെ സ്നേഹിക്കുവിൻ. അടുത്തത്, പിന്നെ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. അലസരെ ശാസിക്കുവിൻ. അധ്വാനശീലം നഷ്ടപ്പെട്ടു പോയവരോട് സ്നേഹപൂർവമായ ശാസന നൽകണം. അധ്വാനിക്കാൻ ഓർമ്മിപ്പിക്കണം. ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ. പല കാര്യങ്ങളിൽ വല്ലാണ്ട് പേടിച്ചരണ്ട് ജീവിക്കുന്നവരുണ്ട് നമ്മുടെ ചുറ്റും. പല കാര്യങ്ങളിൽ പേടിച്ചരണ്ട് ജീവിക്കുന്നവർ, അവർക്ക് ധൈര്യം കൊടുക്കുന്ന ശുശ്രൂഷ ചെയ്യണം. ദുർബലരെ സഹായിക്കുവിൻ. എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. ഒരു ചാൻസ് കൊടുക്കുക മറ്റുള്ളവർക്ക്. ക്ഷമിക്കുന്നത് യെറ്റ് അനദർ ചാൻസ് ആണ്. അതിനെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. ഒരാളൊരു തിന്മ ചെയ്തു, ആ തിന്മയ്ക്ക് പകരം വീണ്ടും നമ്മളൊരു തിന്മ തിരിച്ചു ചെയ്താൽ ഈ ലോകത്ത് മുഴുവൻ ഡിസ്ട്രാക്ഷൻസ് അല്ലേ ഉണ്ടാകുന്നത്, മുഴുവൻ നാശമല്ലേ. നമുക്ക് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ കൊണ്ട് മറ്റുള്ളവരെ തിരുത്താൻ നമുക്ക് സാധിക്കട്ടെ. എന്നിട്ട് 18-ാമത്തെ വാക്യമാണ് ഇന്ന് നിങ്ങൾക്കുള്ള ടേക്ക് അവേ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. എല്ലാ കാര്യങ്ങളിലും ഓരോ ശ്വാസവും നന്ദിയാണ്. നമ്മൾ ഒരു ദിവസം സമാധാനത്തോടെ ജീവിക്കുന്നത് നന്ദി പറയണം. കാരണം ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എൻ്റെ കർത്താവേ, അന്നൊക്കെ എന്ത് സമാധാനം ഉണ്ടായിരുന്നു. ഒരു ദിവസം രോഗമില്ലാതെ ജീവിക്കുന്നതിന് നന്ദി പറയണം. കാരണം രോഗം വരുന്ന ദിവസമാണ് നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അപ്പം നമ്മൾ ഓർക്കത്തില്ലേ, രോഗമില്ലാതിരുന്ന ദിവസങ്ങൾ എത്ര സമാധാനത്തോടെ നമ്മൾ ജീവിച്ചതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ഒരു ദിവസം കടന്നു പോകുന്നെങ്കിൽ എപ്പോഴും ഓർക്കേണ്ടത് ഓരോ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. ആ നന്ദി ദൈവത്തിലേക്കുള്ള നമ്മുടെ നോട്ടമാണ്. കർത്താവെ, നീ നടത്തിയത് കൊണ്ട് ഞാനുണ്ട്, നീ പൊതിഞ്ഞത് കൊണ്ട് ഞാനുണ്ട്, നീ കരുണ കാണിച്ചത് കൊണ്ട് ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നു, നിൻ്റെ സ്നേഹം, നിൻ്റെ കരുണ അപ്പാ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഈ ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കാൻ തക്കവിധം അവരോട് കരുണ കാണിക്കുക, അവരോട് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. അത്തരമൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. അപ്പം നമ്മളും നല്ല നിലത്ത് വീണ വിത്തുകളാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വചനത്തോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വന്നു പോയ പിഴവുകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കുറേ കൂടെ തീക്ഷ്ണതയോടെ വചനത്തെ ധ്യാനിക്കാൻ, വചനം ജീവിക്കാൻ ഞങ്ങൾ നീ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.